കണ്ണനച്ചു കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടോ, ഇതെന്നെ സംഭവം എന്ന് അറിയാമോ? തേക്കിൻ്റെ 10 ഇഞ്ച് വണ്ണമുള്ള നല്ല കാതലുള്ള കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് ചീക്കണയാണ്. നമ്മൾ പുറത്ത് ഹാൻഡ് റെയിൽ പണിയാനായിട്ട്, അതായത് കുളത്തിന് ചുറ്റും ഹാൻഡ് റെയിൽ പണിയാനായിട്ട് നമ്മൾ ഇത് ചീച്ചെടുത്ത് ഒരു 2 മാസം കഴിഞ്ഞും വെള്ളത്തിലിടേണ്ടി വരും. 2 മാസം വെള്ളത്തിലിട്ട് സ്വല്പം നമ്മൾ തുരിശും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ തുരിശും കൂടെ ആഡ് ചെയ്യും. ഒരു സ്വല്പം തുരിശ്, എന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുത്തണത് കയറാതിരിക്കാൻ വേണ്ടി തുരിശാണ് നമ്മൾ ഇടാൻ പോകണം കേട്ടോ, കേടൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഇത് ചീച്ച് 2 മാസം കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുത്ത് ഇതിൻ്റെ തൊലി മാത്രം പൊളിച്ച് കളഞ്ഞിട്ട് ഇതേ മോഡലിൽ തന്നെ, ഈ ഉരുളൻ മോഡലിൽ തന്നെ നമ്മൾ ഹാൻഡിൽ പണിയാനുള്ള ഒരു ഹാൻഡിൽ നേരത്തെ പണിതേക്കണെയാണ്. അപ്പോൾ അതിൻ്റെ കഴ നമ്മൾ ഇങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് ചീക്കാതെ കുറേ കഴ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഴ മൊത്തം പോയി. അപ്പോൾ അത് ഒന്ന് മാറ്റി മെയിൻ്റെനൻസ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇത് എടുത്തത്. 27 കഴയുണ്ട് മൊത്തം. ഇത് 27 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം നിർത്താനായിട്ട് നമ്മളൊരു മീൻ കുളമായിരുന്നു. നേരത്തെ മീൻ വളർത്താൻ വേണ്ടി ഒരു കുളം ഉണ്ടാക്കിയിട്ടായിരുന്നു. അപ്പോൾ കുളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മീൻ വളർത്താനുള്ള ചെറിയ സംവിധാനം. അതിനകത്ത് നമ്മൾ അതൊക്കെ പോയി പൊട്ടിപ്പൊളിഞ്ഞ് പോയാൽ നമ്മൾ ഇതിനകത്ത് 12x12 പടത മേടിച്ച് ഇതുപോലെ താങ്ങൊക്കെ നിർത്തി അടിയിൽ തെർമോക്കോൾ കിടപ്പ്, നിലവിൽ തെർമോക്കോൾ ഉണ്ടായിരുന്നു. ആ തെർമോക്കോളൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ പടത കീറിപ്പോകാത്ത രീതിയിൽ നമ്മൾ ചെറിയ ഷീറ്റൊക്കെ വിരിച്ച് ഇത് നിലവിൽ നമ്മൾ വെള്ളത്തിലിട്ടേക്കണത് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. ഇപ്പോൾ 2 ദിവസം ആയി ഇപ്പോഴത്തെ വെള്ളത്തിലിട്ടിട്ട്. കണ്ടോ, കുത്തമ്പുഴൊക്കെ ചെറുക്കെ പതുക്കെ പൊങ്ങി പുറത്തേക്ക് വേണ്ടതിനാന്ന്. ഇനി തുരിശ് ആഡ് ചെയ്യാൻ്റെ. അപ്പോൾ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ ഈ സാധനം പുറത്തെടുക്കുള്ളൂ. 2 മാസം കിടക്കുമ്പോൾ തന്നെ ഇച്ചിരി സ്ട്രോങ് ആവും. പിന്നെ മഴയത്ത് നിന്നാലൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇത്ര നാളൊന്നും നമ്മൾ ചെയ്തേക്കണ വർക്കിനകത്ത് ഇത് പോയിട്ടൊന്നുമില്ല. ഒരു 2 അടി ഹൈറ്റ് ഉണ്ടാവും. ഇപ്പം നിലവിൽ വെള്ളം നിൽക്കണത്, നിലവിൽ ചോർച്ചയൊന്നും കാണില്ല. നിലവിൽ വെള്ളം ചോർന്നു പോകുന്ന ഭാഗങ്ങളൊന്നും കാണുകയില്ല. അപ്പോൾ അത് 2 മാസം കഴിഞ്ഞ് നമ്മളിത് അഴിച്ച് ഇത് ഇനി കരക്കിട്ട് തൊലി കളഞ്ഞ്, തൊലിയൊക്കെ തന്നെ പൊക്കോളൂ കേട്ടോ. തൊലി നമ്മൾ പുറത്തെടുക്കുമ്പോൾ തന്നെ തൊലി പൊളിഞ്ഞ് പോകും. എന്നിട്ട് ഇങ്ങനെ തന്നെ പണിത് ഹാൻഡ് റെയിലേക്കാനുള്ളൊരു മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. അത് വർക്ക് ചെയ്യണേയും കാണിക്കാം. ഇപ്പം നിലവിൽ നമ്മൾ വെള്ളത്തിലിട്ടേക്കണ ചെറിയൊരു വീഡിയോ മാത്രമാണ് വെച്ച് കാണിക്കുന്നത്. ഈ വെള്ളത്തിലിട്ടാൽ ഈ തടി സ്ട്രോങ് ആയിട്ട് വരും. വെള്ളം കുടിച്ചേ, പണ്ടൊക്കെ കാലത്തൊക്കെ ഇങ്ങനെ തടി നമ്മൾ എന്തെങ്കിലും ചെയ്യണേക്ക് തൊട്ട് മുമ്പ് വെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷമാണ്, 1 മാസത്തൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷമാണ് അത് സാധാരണ പണിയാറ്, കുത്താതിരിക്കാനുണ്ട്. മാവിൻ്റെ പലയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ തേക്കിൻ്റെ കഴയാണ്. അങ്ങനെ തന്നെ കഴ നമ്മൾ ഈ മോഡലിൽ തന്നെ വെച്ചാണ് ചെയ്യണേ. ഏകദേശം 10 ഇഞ്ച് വണ്ണം, 15 ഇഞ്ച് വണ്ണം, ആ റേഞ്ചിലുള്ള തടികൾ മാത്രമേ ഉള്ളൂ. ചിലത് മാത്രമേ 20 ഇഞ്ച് ഉണ്ടാവും. കാതലെന്ന് പറയാൻ ഫുൾ കാതൽ 1/2 ഇഞ്ച്, ചിലപ്പോൾ 1/4 ഇഞ്ച് വെള്ളമൊക്കെ ഉള്ളൂ കഷ്ണത്തിന്. ഉണങ്ങിയ കഷ്ണങ്ങളുണ്ട്, പച്ച കഷ്ണങ്ങളുണ്ട്. പണിയുന്ന വീഡിയോ പിന്നെ വരും. ഇപ്പോൾ ഇത് വെള്ളത്തിലിട്ടാണ്. ഇത് എത്രമാത്രം റിസൾട്ട് ഉണ്ടാവും നമുക്ക് നോക്കാം. ചെയ്തേക്കണ ആദ്യം ഹാൻഡിൽ ചെയ്തേക്കണ ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്തതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് 5 അടി നീളത്തിലുള്ള കഴയാണ് ഇത് വരുന്നത്. 5 അടി നീളമാണ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണത് കേട്ടോ, വെള്ളത്തിലിട്ടാണത്. ഇനി 2 മാസം കഴിഞ്ഞ് എടുക്കുമ്പോഴുള്ള വീഡിയോ നമുക്ക് അന്നേരം എടുക്കുമ്പോഴുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. നിറയും പതയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടോ, വെള്ളം കുടിച്ചു തുടങ്ങിയതിൻ്റെ എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.